ഹലോ ചാൻസ്, ഇന്ന് നമുക്കൊരു ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കിയാലോ. ഇന്നൊരു വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കാമേ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചുവട് കട്ടിയുള്ള അത്യാവശ്യം വിസ്താരമുള്ള ഒരു പാത്രം എടുക്കാം. പിന്നെ അതിലോട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം, 1 സ്പൂൺ ഉപ്പ്, വെളിച്ചെണ്ണയല്ലാത്ത ഏത് ഓയിൽ വേണേലും ഒഴിക്കാമേ. അതൊന്ന് തിളക്കട്ടെ. ഇതിടയ്ക്ക് കൈ അങ്ങ് പൊള്ളിപ്പോവുകയും ചെയ്തു. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്കിത് വെള്ളത്തിനകത്ത് ഇങ്ങനെ മുങ്ങിക്കിടക്കത്ത രീതിയിൽ ഇതൊന്ന് സ്പൂണും കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഏകദേശം 5 മിനിറ്റിന് ശേഷം കണ്ട് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പപ്പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാമേ. അതിനുശേഷം അപ്പം തന്നെ നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുക. ഇതിനകത്ത് പശയൊക്കെ ഉണ്ട് പോകാൻ ഈ പച്ചവെള്ളം ഒഴിക്കുന്നത്. ഇനി അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികൾ വേണേ. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇനി കുറച്ച് വെളുത്തുള്ളി, സവാള ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ദാ ഇങ്ങനെ കണ്ടോ, എല്ലാം ഞാൻ അങ്ങനെ നീളത്തിലെടുത്ത്. അടുത്തതായിട്ട് നമുക്കിനി വേണ്ടത് സോസുകളാണ്. സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്. ഇതെല്ലാം ഓരോ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് 1 സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാമേ. വെളുത്തുള്ളി നന്നായിട്ട് ചൂടായി കഴിഞ്ഞ ശേഷം ക്യാരറ്റാണ് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നത്. അത് ഏകദേശം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനകത്തോട്ട് ഇനി ഞാൻ ബീൻസാണ് ഇട്ട് കൊടുക്കുന്നത്. ബീൻസ് ഏകദേശം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് പിന്നീട് നമുക്ക് അതിനകത്തോട്ട് സവാള ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാമേ. ഇപ്പോൾ ഞാൻ തീയൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ ഉള്ളിത്തണ്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നീളത്തിലരിഞ്ഞ് കാബേജും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കറികൾക്ക് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാമേ. വീണ്ടും ഇളക്കാം. ഇപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി ഇതിന് പച്ച ചൊവ്വയൊന്ന് മാറ്റിയെടുക്കാം. വേവേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നൂഡിൽസും കൂടി ഇട്ട് ഒന്ന് ഇളക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന സോസുകളിൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഇനി നമുക്ക് എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ. ഇനിയും ഈ തവി എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ 2 കൈയിലും ഓരോ ഈ മുള്ളു സ്പൂൺ ഉണ്ടല്ലോ അതെടുത്ത് വെച്ച് നമുക്ക് ഇത് ഇളക്കി ഇങ്ങനെ 2 കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ നൂഡിൽസ് എല്ലാം പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ലൈറ്റായിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഏകദേശം 2-3 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്ത ഈ ഉള്ളിത്തണ്ടിൻ്റെ മുകളിലുള്ള ഭാഗമാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള വെജിറ്റബിൾ നൂഡിൽസ് തയ്യാറായ. സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. എന്നാൽ അതിലേറെ ഈസിയുമാണ് ഇത് തയ്യാറാക്കാൻ. എപ്പോഴും ഒരേപോലെയുള്ള ഭക്ഷണം തയ്യാറാക്കാതെ ഇഡലിയും ദോശയൊക്കെ എന്നും കൊണ്ടുപോയി മടുത്ത് കഴിയുമ്പോൾ ഒരു ദിവസം ഇതുപോലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു നോക്കാം. കുട്ടികൾ വളരെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും, നമുക്ക് നല്ല എളുപ്പമാവുകയും ചെയ്യും. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. എന്നെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.